വെൽക്കം ടു ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യ. നമ്മൾ വീണ്ടും തമിഴ്നാടിൻ്റെ ഭൂപ്രദേശത്താണ് വന്നു നിൽക്കുന്നത്. അപ്പോൾ ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യയുടെ യാത്ര വീണ്ടും തമിഴ്നാട്ടിൽ. അപ്പോൾ തമിഴ്നാടെന്ന് പറഞ്ഞാൽ മനോഹരമായ സ്ഥലമാണ്. എനിക്ക് എത്ര വന്നാലും മതി വരാത്തൊരു സ്ഥലമാണ് തമിഴ്നാട്. തമിഴ്നാടിനും മൂലയുമായി നമ്മളിങ്ങനെ കണ്ടു നടക്കുകയാണ്. ഒരുപാട് സ്ഥലങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞു. തമിഴ്നാടിൻ്റെ വ്യത്യസ്തമായ ഭൂപ്രദേശങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. വ്യത്യസ്തമായ ആചാരങ്ങളും വ്യത്യസ്തമായ ഭക്ഷണ രീതിയും ഒക്കെ, ആ ഒരു വെജിറ്റേഷൻ, അതായത് കൃഷി സ്ഥലങ്ങളൊക്കെ കണ്ടതാണ്. എങ്കിലും നമ്മൾക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഇനിയും ബാക്കിയുണ്ട് കാണാനായിട്ട്. ഇപ്പോൾ ഞാൻ പോകുന്ന റൂട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ സഞ്ചരിക്കാൻ പോകുന്ന വഴി അരിയാലൂർ എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്കാണ്. അരിയാലൂർ ഇത് തമിഴ്നാടിൻ്റെ പച്ചപ്പ്. ധാരാളം കൃഷിസ്ഥലങ്ങളുള്ള ഒരു നാടാണ് തമിഴ്നാട്. ഇപ്പോൾ കേരളത്തിൽ കൃഷിയുണ്ടോ എന്ന് ചോദിച്ചാൽ, നമ്മൾ കേരളത്തിലെ ആൾക്കാരെല്ലാം തന്നെ തമിഴ്നാടിനെയാണ് ആശ്രയിക്കുന്നത്. പച്ചക്കറിക്കും പിന്നെന്താ പറയുക, നെല്ലിനും ഒക്കെ. ഇത് നോക്കും, നെൽപ്പാടങ്ങൾ, പിന്നെ പച്ചപ്പാണ്. ഈ ഭാഗത്തെല്ലാം നല്ല ഗ്രീനറി, ഫുൾ പച്ച നല്ല നെൽപ്പാടങ്ങൾ. ഇങ്ങനെ ഒരുപാട് കൃഷി സ്ഥലങ്ങൾ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം തമിഴ്നാടിൻ്റെ റോഡ്സാണ്. സാധാരണഗതിയിൽ നാഷണൽ ഹൈവേയിലൂടെ പോകുമ്പോൾ രണ്ട് സൈഡ് നല്ല വീതിയുള്ള റോഡ്സ്, രണ്ട് സൈഡിലും പുളിമരങ്ങൾ. അതൊരു പ്രത്യേകതയാണ്. ഈ രണ്ട് സൈഡിലിങ്ങനെ പുളിമരങ്ങൾ കണ്ട് നമുക്കിങ്ങനെ പോകാൻ സാധിക്കും. ടാമറിൻ ട്രീസ്, അത് മറ്റൊരു പ്രത്യേകത. പിന്നെ എന്താ പറയുക, പിന്നെ നമ്മുടെ നൊങ്കിൻ്റെ പന ധാരാളമായിട്ട് കാണാം. ഇങ്ങനെ വ്യത്യസ്തമായ കാഴ്ചകളും ഒക്കെ ആയിട്ട്, വഴിക്കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ തന്നെ നല്ല രസമാണ് തമിഴ്നാട്ടിലൂടെ സഞ്ചരിക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ ഡെസ്റ്റിനേഷൻ പോയിൻറ്റ് അരിയാലൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. എന്തിനാണ് അരിയാലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പോകുന്നതെന്ന് വെച്ചാൽ, അതിനടുത്താണ്, ആ ഒരു പ്രദേശത്ത് ധാരാളം ക്ഷേത്രങ്ങളുണ്ട്. ഇതിപ്പോൾ കുംഭകോണത്തിനടുത്താണ് അരിയാലൂർ. ഇതെല്ലാം അടുത്തടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. ഗംഗൈകൊണ്ട ചോളപുരം എന്ന് പറയുന്ന യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആ ഭാഗത്താണ്. അതായത് ഒരു ക്ഷേത്രമാണ്, ക്ഷേത്ര സമുച്ചയം. അപ്പോൾ ഈ ഗംഗൈകൊണ്ട ചോളപുരം ചോള രാജാക്കന്മാരുടെ ആ ഭരണകാലത്തിൻ്റെ ബാക്കി പത്രങ്ങളായിട്ട് ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന മനോഹരമായ ആർക്കിടെക്ചറൽ ബ്യൂട്ടിയാണ് ഈ ക്ഷേത്ര സമുച്ചയം. അപ്പോൾ നമുക്ക് കുറച്ച് ക്ഷേത്ര നഗരികളാണ് നമ്മൾ സന്ദർശിക്കാൻ പോകുന്നത്. അപ്പോൾ ഗംഗൈകൊണ്ട ചോളപുരം അത് ഈ ഒരു ഭാഗത്താണ്, അരിയാലൂർ എന്ന് പറയുന്ന സ്ഥലത്ത്. കുറച്ച് സഞ്ചരിക്കാനുണ്ട്, ഏതാണ്ട് ഒരു 10, 20, 30 കിലോമീറ്ററോളം. അത് കഴിഞ്ഞാൽ നമ്മൾ ആ പ്രദേശത്ത് എത്തും. വേറെയും ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. കുംഭകോണത്ത് ധാരാളം ക്ഷേത്രങ്ങളുണ്ട്. കുംഭകോണം എന്ന് പറഞ്ഞാലും ക്ഷേത്ര നഗരിയാണ്. ഇങ്ങനെ ഒരുപാട് അടുത്തടുത്ത് കിടക്കുന്ന ക്ഷേത്ര നഗരികൾ. ഇത്തരം കാഴ്ചകളെല്ലാം കണ്ട് അവിടുത്തെ ഭക്ഷണ വിശേഷവും എല്ലാം പങ്കിട്ട് നമുക്ക് യാത്ര. നമ്മളിപ്പോൾ അരിയാലൂർ എത്തിയിട്ടില്ല, ഓൺ ദ വേ ആണ്. വഴിമധ്യേ വീണ്ടും ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഈ മനോഹരമായ ദൃശ്യങ്ങൾ കണ്ടാൽ എങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നോക്കാൻ പറ്റും? കാറിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങി ഞാനിങ്ങനെ ഈ റോഡിലൂടെ നടക്കുകയാണ്. ഇത് നോക്കൂ, എൻ്റെ ചുറ്റും ബ്യൂട്ടിഫുൾ അല്ലേ, നല്ല വൈറ്റ് അപ്പൂപ്പൻ താടി പോലെ ഇങ്ങനെ പൂക്കൾ. ഇതെന്താണ്? ഇതൊരു പുൽച്ചെടിയാണ്. ആ പുൽച്ചെടിയിലിങ്ങനെ പൂക്കൾ, വൈറ്റ് കളറിലെ ഫ്ലവേഴ്സ് ഇങ്ങനെ ഒരു ഫെദർ പോലെ ഇങ്ങനെ പൂത്തു നിൽക്കുന്ന കാഴ്ചയാണ്. ഇത് കാക്കണാ പുല്ല് പോലെയുള്ള ഒരു തരം പുല്ലാണ്, നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നതാണ്. ഇത് നമ്മുടെ അവിടെയും ഭാരതപ്പുഴയുടെ തീരത്തു കൂടിയൊക്കെ സഞ്ചരിക്കുകയാണെങ്കിൽ ഈ ഒരു വൈറ്റ് കളറിലിങ്ങനെ പൂക്കളോട് കൂടിയിരിക്കുന്ന ഈ പുൽച്ചെടി കാണാൻ സാധിക്കും. ഇങ്ങനെ നല്ല രസമാണ്. ഇതിങ്ങനെ നോക്കത്താ ദൂരത്ത്, എത്ര ദൂരം എന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, ഇങ്ങനെ കാണാം. ഒരു വൈറ്റായിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ഒരു വൈറ്റ് കവേർഡായിട്ട് കിടക്കണം. ഇങ്ങനെ നോക്കരുത്, എന്താ ഇത് സംഭവം, ഭയങ്കര അതിശയിപ്പിക്കുന്ന കാഴ്ച പോലെ കാണാൻ തോന്നുന്നു. അത്രയ്ക്ക് ഇങ്ങനെ കിടക്കുന്നതാണ്. കാറ്റത്ത് അതിങ്ങനെ ആടി ഉലയുന്ന മനോഹരമായ ദൃശ്യം. ഈ ഭൂമി ആകെ വെള്ള പുതച്ച് കിടക്കുന്ന പോലെയാണ് ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ. അത്ര രസമായിട്ട് ഇങ്ങനെ കിടക്കുന്നത്, അതിങ്ങനെ കാറ്റത്ത് ആടി ഉലഞ്ഞ് രസകരമായൊരു പ്രദേശമായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മളിങ്ങനെ സഞ്ചരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അരിയാലൂർ. അപ്പോൾ വ്യത്യസ്തമായ കാഴ്ചകളാണ്, വഴിക്കാഴ്ചകൾ. അപ്പോൾ ഒരു ഗ്രീനറി നമ്മൾ കണ്ടു, ഒരു പച്ചപ്പ്. അത് കഴിഞ്ഞത് ഇവിടെ ഒരു വൈറ്റ് കളർ, വെള്ള നിറത്തിലൊരു മഞ്ഞുപാളി പോലെ ഇങ്ങനെ കാണുന്ന
ഇതെല്ലാം നമ്മൾ ഒരു തമിഴ്നാടിൻ്റെ ചില പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ. അപ്പോൾ നമ്മൾ ഗംഗൈകൊണ്ട ചോളപുരത്തിലേക്കുള്ള യാത്രാമധ്യം ചെറിയൊരു ഡീവിയേഷൻ നടത്താൻ തീരുമാനിച്ചു. തിരുവായൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ത്യാഗരാജ സ്വാമികളുടെയൊക്കെ ജന്മസ്ഥലം. അപ്പോൾ തിരുവായൂരിലെ ത്യാഗരാജ ക്ഷേത്രമൊക്കെ ഉണ്ട്. അത് ഓൺ ദ വേ ആണ്. അപ്പോൾ നമ്മൾ ചെറിയ ഡീവിയേഷൻ നടത്തിപ്പോയി. അപ്പോൾ ഞാനിങ്ങനെ പോകുന്ന വഴിക്ക് വീണ്ടും ചെറിയ ചെറിയ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വഴിയിൽ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് നോക്കുകയാണ്. അവിടെ കുഞ്ഞൊരു ഗ്രാമപ്രദേശമാണ്, ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ട് ഇവിടെ. ഇതെന്താണ് പരിപാടി? ഇത് തേൻ കൂടാണ്. ശരിക്കും പറഞ്ഞാൽ തേനീച്ചകളുടെ തേൻ സ്റ്റോർ ചെയ്യുന്ന കാര്യം. ഇപ്പോൾ ബീഹായ് ഇതിനകത്തുള്ള തേനീച്ചകളെല്ലാം കൊന്നിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ തേൻ എടുക്കുന്നത്. വാസ്തവത്തിൽ മഹാദുഷ്ട പരിപാടിയാണ് ഇവർ ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്നത് കാര്യം കണ്ടില്ലേ. ഇതിപ്പോൾ അതേ തേനീച്ച ഇതിനകത്ത് ഉണ്ടായിരുന്നു. ഒരാൾ മരിക്കാതെ ഉണ്ട്. ഒന്നും ആകാതെ ഒന്നും സംഭവിക്കില്ല, പിടിച്ചോളാന്നാണ് പറഞ്ഞത്. അയ്യ എൻ്റെ ദൈവമേ, ഇതാണ് തേനീച്ച. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ തേൻ പലക എന്നുണ്ട് പറയും. ഇതിൽ നിന്ന് ഇങ്ങനെ തേൻ ഇങ്ങനെ ഊറി വരും. അപ്പോൾ ഇവരിതിങ്ങനെ ലൈവായിട്ട് തേനീച്ചയും ഇപ്പോൾ തേനീച്ച യാദൃശ്യമായിട്ട് കിട്ടിയതാണ്. അപ്പോൾ ഇവൻ കളക്ട് ചെയ്തുകൊണ്ട് വെച്ചിരിക്കുന്ന തേനാണ് നമ്മളിങ്ങനെ മോഷ്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിനകത്തുനിന്ന് തേനിങ്ങനെ ഊറി വരും ബോട്ടിലേക്ക്. ഓ, ഇത് ഊറി വന്നതാണ്. ബോട്ടിലെടുത്ത് വെക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ കൊഞ്ചം ടേസ്റ്റ് ചെയ്യട്ടുമാ? ഇതിപ്പോൾ ഇതിന് ലൈവ്. അയ്യോ എൻ്റെ അമ്മ, கொஞ்சம் ഇത് മലം തേനാണെന്നാണ് പറയുന്നത്. ഭയങ്കര ഷാർപ്പ് ടേസ്റ്റാണ്. ചെറിയൊരു എന്താ പറയുക, കയ്പ്പ് രസമുള്ള അത്രയും മധുരം, അങ്ങനത്തെ ഒരു മധുരം തേൻ. ഇപ്പോൾ ഇത് എന്നെ വിലയില്ല കൊടുക്കുന്നത്? 550 രൂപയാണ്. 550 റുപ്പീസ്. ഇവരിങ്ങനെ ഗ്രാമത്തിലൊക്കെ കൊണ്ട് ഇത് മലം തേൻ എങ്ങനെ കിട്ടും? ബാക്കിൽ ഓരത്തിൽ പോന്നാൽ കട്ടും, പാറയിൽ കട്ടും, മരത്തിൽ കയറി എടുത്തിട്ട് വരുവാ. ഓഹോ, അപ്പോൾ റിസ്ക്കാണ് ജോലി. കാര്യം തേനീച്ചയുടെ കുത്ത് കിട്ടാണ്ട് ഇതിനെ കൊണ്ടുവരണ്ടേ. എന്തായാലും കൊള്ളാം, ഇത് ലൈവായിട്ട് ഇവരിങ്ങനെ കൊണ്ടുപോകുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഈ ഗ്രാമത്തിൽ ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്താണ്. അപ്പോഴാണ് ഞാൻ കണ്ടത്. അതായത് ശരിക്കും ഒറിജിനൽ തേൻ, മലം തേൻ. ഇത് പാലിലൊഴിച്ച് കഴിച്ചാൽ വണ്ണം വയ്ക്കും, ചൂടുവെള്ളത്തിൽ ചേർത്ത് കഴിച്ചാൽ ശരീരം ക്ഷീണിക്കും, സ്ലിം ആകാമെന്നാണ് പറയുന്നത്. എന്തായാലും തേനിന് ഒരുപാട് മെഡിസിനൽ വാല്യൂ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾക്ക് വഴിക്കാഴ്ചകളൊക്കെ കണ്ട് ടേസ്റ്റ് ചെയ്തൊക്കെ മുന്നോട്ട് തന്നെ പോകാം. അപ്പോൾ ഇപ്പോൾ നേരെ പോകുന്നത് ത്യാഗരാജ ടെമ്പിൾ പരിസരത്താണ്, തിരുവായൂർ എന്ന് പറയുന്ന സ്ഥലത്ത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗംഗൈകൊണ്ട ചോളപുരത്തിലേക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ റൂട്ടൊന്ന് ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. അരിയാലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ഒരു ചെറിയ ഡീവിയേഷൻ. അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അടുത്ത സ്ഥലം. അപ്പോൾ തിരുവയ്യാറിലെ ത്യാഗരാജ സ്വാമികളുടെ സമാധിയാണ് അത്. അതായത് കാവേരി നദിയുടെ തീരത്ത്. അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് തന്നെ ഇവിടെയാണ് ത്യാഗരാജ ഫെസ്റ്റിവൽ നടക്കുന്നത്, മ്യൂസിക് ഫെസ്റ്റിവൽ. ഇപ്പോൾ ജനുവരി 6 മുതൽ 10 വരെയാണ് 2015 ഫെസ്റ്റിവൽ നടന്നത്. അപ്പോൾ ഈ ഗ്രൗണ്ട് നിറച്ച ആൾക്കാരായിരിക്കും, സംഗീത ആരാധകരുടെ ഒരു പ്രവാഹമായിരിക്കും, അങ്ങനത്തെ ഒരു സദസ്സ്. ഇതിൻ്റെ മേളിലിരുന്ന് കച്ചേരി നടത്തും. അപ്പോൾ അവിടെ ത്യാഗരാജ സ്വാമികളുടെ സമാധി. തൊട്ട് സൈഡിലായിട്ട് കണ്ടില്ലേ കാവേരി നദി. ഇപ്പോൾ കാവേരി നദിയുടെ അവസ്ഥ ഭാരതപ്പുഴ പോലെയാണ്. അതേ നോക്കൂ, മണൽത്തിട്ട മാത്രമേ ഉള്ളൂ, വെള്ളം വളരെ വളരെ കുറവ്. അതാണ് ഇവിടെ. പക്ഷേ കാവേരി നദിയിൽ നിന്നും വരുന്ന ആ ഭാഗത്തുനിന്ന് ഇങ്ങനെ കാറ്റടിച്ച് ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ ഇത് ഒരു സീസൺ അനുസരിച്ചാണ് വെള്ളം കൂടുകയും കുറയുകയും ചെയ്യും. പക്ഷേ ഇപ്പോൾ വറ്റി വരണ്ട് കിടക്കുന്നൊരു സമയമാണ്.
നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഈ സ്ഥലം കുന്നക്കുടി വൈദ്യനാഥ ഭാഗവതർ ട്രസ്റ്റിൻ്റെ ഭാഗമാണ്. അവരാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ത്യാഗരാജ ഫെസ്റ്റിവൽ നടക്കുന്ന ഈ ഗ്രൗണ്ടും പരിസരവും. അപ്പോൾ ത്യാഗരാജ മെമ്മോറിയൽ അതിനോട് ചേർന്ന് തന്നെയുണ്ട്. കണ്ടില്ലേ, ഇതിപ്പോൾ ഞാൻ കാവേരി നദിയുടെ സൈഡിലൂടെ ഇങ്ങനെ നടന്നു നോക്കുകയാണ്. കാവേരി നദിയുടെ വ്യത്യസ്ത ഭാവങ്ങൾ നമ്മൾ പല ഭാഗത്തായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു രീതിയിൽ കാണുന്നത് ഇപ്പോൾ മാത്രമാണ്. അപ്പോൾ ഇവിടെ ഒരു നദി ഉണ്ടായിരുന്നു എന്നുള്ള എൻ്റെ സൂചനകളാണ്. നദി ഇങ്ങനെ ഒഴുകുന്നുണ്ട് ഒരു ഭാഗത്തു കൂടി. പക്ഷേ എത്ര വീതിയുള്ള നല്ല വ്യാപ്തിയുള്ളൊരു നദിയായിരുന്നു ഇതെന്ന് കാണുമ്പോൾ മനസ്സിലാവില്ല. ഇപ്പം ഇങ്ങനെ മണൽത്തിട്ടപ്പോൾ നമ്മുടെ നിളാനദിയെ ഓർമ്മിപ്പിക്കുന്ന കാഴ്ചയാണ് ഈ കാവേരി നദിക്ക്. കാവേരി നദിയുടെ വ്യത്യസ്ത ഭാവങ്ങൾ കാണുകയാണ്. അപ്പോൾ ഇവിടെ വന്ന് തമിഴ്നാട്ടിൻ്റെ ഈ ഭാഗത്ത് വന്നിട്ട് നമ്മൾ ത്യാഗരാജ സ്വാമികളുടെ സമാധിയോട് ചേർന്ന് കിടക്കുന്ന, അല്ലെങ്കിൽ ത്യാഗരാജ മ്യൂസിക് ഫെസ്റ്റിവൽ നടക്കുന്ന ഗ്രൗണ്ടിനോട് ചേർന്ന് കിടക്കുന്ന കാവേരി നദിയുടെ എന്തായാലും ഇത് അതിമനോഹരമായ ഒരു സ്ഥലം തന്നെയാണ്. വെള്ളം കുറവാണെങ്കിലും കാവേരി നദിയല്ലേ ഒഴുകുന്നത്, അതിൻ്റെ ഒരു ഭംഗിയില്ലേ നോക്ക് ഇങ്ങനെ കിടക്കുന്നു. എന്തായാലും കാവേരി തീരം വരെ വന്നിട്ട് ഒന്ന് കാല് നനയ്ക്കാതെ പോകുന്നതല്ലേ. കുളിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റില്ലല്ലോ. എന്തായാലും ഒഴുക്ക് വെള്ളമാണ്, പിന്നെ വെള്ളം കുറഞ്ഞു കിടക്കുന്ന സമയം. അതുകൊണ്ട് ഈ ഭാഗത്തെല്ലാം കുറച്ച് പ്ലാസ്റ്റിക്സും മറ്റ് മാലിന്യങ്ങളും ഒക്കെ ഉണ്ട്. എങ്കിലും കുഴപ്പമില്ല, ഇത് ഒഴുക്ക് വെള്ളമല്ലേ, വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ എന്ത് മാലിന്യമുണ്ടെങ്കിലും അത് ഒഴുകിപ്പോകും. പിന്നെ ധാരാളം മത്സ്യക്കുഞ്ഞുങ്ങളെ കാണാം, ഓടി നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ത്യാഗരാജസ്വാമികളുടെ സ്മാരകത്തിൻ്റെ തൊട്ടടുത്ത് അതിൻ്റെ മുന്നിലൂടെ ഒഴുകുന്ന കാവേരി നദിയിൽ ഇപ്പോൾ ഇറങ്ങി നിൽക്കുക. ഇതൊരു വ്യത്യസ്തമായ അനുഭവം. നമ്മൾ കാവേരി നദിക്കരയിലെ ത്യാഗരാജ സ്വാമി മെമ്മോറിയലിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. ആയിരത്തി 1767 തിരുവാറൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അദ്ദേഹം ജനിക്കുന്നത്. 1767. ത്രിമൂർത്തികളാണ് ത്യാഗരാജസ്വാമികൾ, മുത്തുസ്വാമി ദീക്ഷിതർ, ശ്യാമാശാസ്ത്രി. ത്യാഗരാജസ്വാമി മാത്രം സംസ്കൃതത്തിൽ മാത്രമല്ല തെലുങ്കിലും പിന്നെ കീർത്തനങ്ങൾ. ഇവിടുത്തെ പൂജാരി കാര്യങ്ങളൊക്കെ നോക്കുന്ന ഇദ്ദേഹമാണ്. ഇത് തെലുങ്കാണ്. അവിടുന്ന് വന്ന് തിരുവാറൂരിൽ നിന്ന് വന്ന് ഇവിടെ സെറ്റിൽ ഡൗൺ ചെയ്തതാണ്. ത്യാഗരാജസ്വാമിക്ക് ഒരു മകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ബ്രദർ, അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ മക്കൾ പരമ്പരയാണ് ഡിസെൻഡൻസ്. ആ ഫാമിലിയിലുള്ള ആൾക്കാർ 6th ജനറേഷനാണ് ഈ നിൽക്കുന്നത്. 96 കോടി പ്രാവശ്യം രാമനാമം ജപിച്ചു കഴിഞ്ഞു. ശ്രീരാമനെ കാണണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ ശിവഭഗവാനെയും നന്നായിട്ട് രചിച്ചിരുന്നു എന്നുള്ളതാണ്. 24,000 കീർത്തനാസ്. 1847 അദ്ദേഹം സമാധിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ ജീവചരിത്രമാണ് അദ്ദേഹത്തിൻ്റെ ആ സെയിം ലിനേജ്, ആ ഒരു ഫാമിലിയിൽ നിന്ന് വന്ന് സ്വാമി പറയുന്നത്. അദ്ദേഹം ജീവിച്ചത് തന്നെ രാമദർശനത്തിന് വേണ്ടിയിട്ടാണ്, വേറെ ഒന്നും ആഗ്രഹമില്ലായിരുന്നു. രാവിലെ എഴുന്നേൽക്കുന്ന സമയം തൊട്ട് ഭൂപാളം രാഗത്തിൽ പാടി ഉണർത്തുകയാണ്. ശ്രീരാമ ഭഗവാനെ ഉണർത്തി എഴുന്നേക്കൂ, പിന്നെ സംരക്ഷിക്കൂ, ലോകത്തിനെ സംരക്ഷിക്കൂ എന്ന് പറഞ്ഞ് വിളിച്ചുണർത്തുന്നു പാട്ടോടുകൂടി, കീർത്തനത്തോടുകൂടി. ആ കീർത്തനങ്ങൾ ഇങ്ങനെ ഒരു പ്രവാഹം പോലെ വരുന്നു എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് ദൈവാനുഗ്രഹമുള്ള ആളായിരുന്നു ത്യാഗരാജസ്വാമികൾ. എഴുതി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നാരദമുനിയുടെ ഡയറക്റ്റായിട്ടുള്ള ഒരു അനുഗ്രഹത്തോടു കൂടിയാണ് അദ്ദേഹം ജനിച്ചതും ജീവിച്ചതുമൊക്കെ. ഏർലി മോർണിംഗ് ഭൂപാളത്തിൽ തുടങ്ങി രാത്രി നീലാംബരി രാഗം, അതെ, പിന്നെ അങ്ങനെ ഉറക്കിയിട്ടാണ് അദ്ദേഹം കിടക്കുന്നത്. അപ്പോൾ കീർത്തനങ്ങൾ കൊണ്ട് ഭഗവാനെ
ഇങ്ങനെ എന്താ പറയുക, പ്രാർത്ഥനയോടുകൂടി അദ്ദേഹത്തിൻ്റെ ദർശനത്തിനായിട്ട് ജീവിച്ച മഹത് വ്യക്തി. പിന്നെ മഹാരാജാവ് അദ്ദേഹത്തിനെ പാടാനായിട്ട് സദസ്സിലേക്ക് വിളിച്ചപ്പോൾ പോയില്ല എന്നാണ് പറയാണ് രാജാവിൻ്റെ ധനമൊന്നും വേണ്ട, അവിടെ വന്ന് പാടേണ്ട ആവശ്യം എനിക്കില്ല, എനിക്ക് ഇതിനെക്കാട്ടി വലിയൊരു സാമ്രാജ്യമുണ്ട്, രാമരാജ്യം, അദ്ദേഹത്തിന് വേണ്ടി ഞാൻ പാടും, അദ്ദേഹത്തിനെയാണ് എനിക്ക് കാണേണ്ടതെന്ന് പറയുന്നു. പിന്നെ രാമനെ പൂജിക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾക്കായിട്ട് അദ്ദേഹം ഭിക്ഷയായിട്ട് ആൾക്കാരുടെ നിന്ന് അരി അങ്ങനെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പാടി വാങ്ങി അത് കൊണ്ടുവന്നിട്ട് പൂജിക്കുമായിരുന്നു. എന്തായാലും 80-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ശ്രീരാമ ഭഗവാന്റെ ദർശനം കിട്ടി. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ജന്മം സഫലമായി എന്നും അതിനുശേഷമാണ് അദ്ദേഹം സന്യാസി ജീവിതം, പിന്നെ സമാധി. ഇവിടെ സമാധി, ഇതൊരു സമാധിയായി. സമാധി ആദ്യം ഇങ്ങനെ ചെറിയ പൂജയും കാര്യങ്ങളും ഇപ്പോൾ ഒരു ക്ഷേത്രം പോലെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സന്തതി പരമ്പരയിൽപ്പെടുന്ന കുടുംബത്തിനോടാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. 700 കീർത്തനങ്ങളാണ് കിട്ടിയിരിക്കുന്നത്, പാടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ കീർത്തനങ്ങൾ. ഭിക്ഷ, അതെ, അദ്ദേഹം കീർത്തനം എല്ലാവരും അതെ. ത്യാഗരാജ സ്വാമികളുടെ അടുത്ത് ഉള്ള ഭക്തി കൊണ്ട് ശ്രീ യേശുദാസ് അദ്ദേഹത്തിൻ്റെ മകൻ എല്ലാവരും ഈ ത്യാഗരാജ ഫെസ്റ്റിവലിനൂടെ വന്ന് പാടി, എല്ലാവരും പാടും. ഒരു അനുഗ്രഹം അവരുടെ ഒരു അതെ ഫീൽ பண்ண അവരൊരു ശരിക്കും അവരുടെ ഗുരുവിനെ വന്ന് കാണുന്നു. അതിനൊരു എന്താ പറയുക, ഒരു അർച്ചന പോലെ വന്ന് ചെയ്യുന്നതാണ്. അപ്പോൾ പ്രാർത്ഥനയും. അപ്പോൾ ഇത് ത്യാഗരാജ സ്വാമികളുടെ ഒരു ക്ഷേത്രമായി മാറി. അപ്പോൾ ത്യാഗരാജ സ്വാമികളുടെ സമാധി ഇപ്പോൾ ഒരു ക്ഷേത്രമായി രൂപാന്തരപ്പെട്ടതിൻ്റെ പൂജയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ സംഗീതത്തെ ഉപാസിക്കുന്നവർ ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ സന്നിധിയിൽ ഒരു കീർത്തനം പാടിക്കഴിഞ്ഞാൽ അതൊരു വലിയ ജന്മപുണ്യമാണ്. ഇപ്പോൾ എനിക്ക് പാടാനൊന്നും അത്ര വലിയ കഴിവുള്ള ആളല്ല, അല്ലെങ്കിൽ ഇതുപോലൊരു അവസരം വേറെ കിട്ടാതില്ല. ഇതൊരു മഹാപുണ്യമായിട്ട് നമ്മൾ കരുതണം. ത്യാഗരാജസ്വാമികളുടെ സമാധിയിൽ വന്ന് നമ്മൾ പ്രാർത്ഥിച്ചു. അപ്പോൾ ഇതൊരു പുണ്യം, ഇവിടെ വരാൻ സാധിച്ചതും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റി. കുറച്ച് രാമേ മനോരമേ സഹസ്രനാമതുല്യം രാമനാമവരാനനെ സംഗീതഗുരവേ നമഃ ത്യാഗബ്രഹ്മണേ നമഃ പ്രസാദിന സർവാഭീഷ്ടസിദ്ധിരസ്തു മംഗളാനി ഭവന്തു ക്ഷേമായ പുനരാഗമനായ ച. ഈ സമാധിക്ക് ചുറ്റും ഇങ്ങനെ ഇതിൻ്റെ ആ ചുറ്റമ്പലത്തിൽ കംപ്ലീറ്റ് ഈ ചുവരുകളിലും ത്യാഗരാജസ്വാമികളുടെ കീർത്തനങ്ങൾ ഇങ്ങനെ പതിപ്പിച്ചിരിക്കുക. അപ്പോൾ ത്യാഗരാജസ്വാമികളുടെ കീർത്തനങ്ങൾ എല്ലാ ഭാഷയിലും, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എല്ലാ ഭാഷകളിലും ഇങ്ങനെ ഈ ഭാഗത്തെല്ലാം പതിപ്പിച്ചിട്ടുണ്ട്.